സർ എനിക്ക് ഓൺലൈൻ MBA ചെയ്യാനും വേണ്ടിയിട്ട് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു, മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു, അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പുറമെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കൺസൾട്ടൻസിയിൽ നിന്നും ഒക്കെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഞങ്ങളാണ് ബെസ്റ്റ്. ഇവരൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് ചൂസ് ചെയ്യണം, ആരെ ചൂസ് ചെയ്യണം എന്ന് ഒരു പിടിയും. മനസ്സിലായി. ഇത് തനിക്കല്ല, ഇന്ന് എല്ലാവർക്കും വരുന്ന അവസ്ഥയാണ്. ഗൂഗിളിൽ കയറിയിട്ട് ഡയറക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഒരു അതന്നെയായിരിക്കും താനും ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ആഡ്സിൽ ഒരു 5-8 യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ടാവും, ഒരുപാട് വെബ്സൈറ്റ് വന്നിട്ടുണ്ടാവും, അതിൽ ഇന്ത്യൻ എഡ്യൂബിനെ പോലെ നമ്മളെ പോലത്തെ ആളുകളും വന്നിട്ടുണ്ടാവും. അപ്പം ഇതിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ലീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ആയി പോകും. കുറെ ആൾക്കാർ സെല് ചെയ്യും, പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് വിളിക്കും. യൂണിവേഴ്സിറ്റി എസ്പെഷ്യലി അവർക്ക് അവരവർ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് എന്നല്ലേ പറഞ്ഞത്തുള്ളൂ, പിന്നെ മറ്റേ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ജോയിൻ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ഒരു സെൽഫ് റിസർച്ച് എന്ന് പറഞ്ഞൊരു സംഭവം, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്, നമ്മളുടെ ബഡ്ജറ്റ് എന്താണ്, നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഇതൊക്കെ തനിക്ക് ഇത് കൃത്യമായിട്ട് അറിയാലോ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളിലേക്ക് കണക്ട് ആവുന്ന, നമുക്ക് ബെനിഫിറ്റ് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി ഏതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതിന് DB എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് കയറണം, ഈച്ച് യൂണിവേഴ്സിറ്റി പിന്നെ വെബ്സൈറ്റിലേക്ക് കയറണം, ടെസ്റ്റിമോണിയൽസ് നോക്കണം, ഈ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന സ്പെഷ്യലൈസേഷന്റെ സ്ട്രെങ്ത് ഏതെന്നുള്ളത് മനസ്സിലാക്കണം, ആ സ്ട്രെങ്ത് യൂണിവേഴ്സിറ്റിയുടെ സ്ട്രെങ്ത് ആണോ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസിന്റെ അവസാനമായിരിക്കണം നിങ്ങളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത്. ദാറ്റ് എന്താവണം, നിങ്ങൾക്ക് കൃത്യമായിട്ട് ബെനിഫിറ്റ് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കണം. ആ യൂണിവേഴ്സിറ്റി ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, അപ്പൊ ഇതിനൊരു മാനദണ്ഡം ഉണ്ട്. അപ്പൊ ആ മാനദണ്ഡം മനസ്സിലാക്കിയിട്ട് വേണം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്.